കപ്പിൾസ് തമ്മിൽ ഇൻഫർമേഷൻ ഷെയർ ചെയ്യണം എന്നുള്ളത് ഇറ്റ് ക്യാൻ ബി യെസ് ആൻഡ് നോ. അത് ഡിപ്പെൻഡ് ചെയ്യുന്നത് നമ്മുടെ ഓപ്പോസിറ്റ് നിൽക്കുന്ന പാർട്ട്ണർ അനുസരിച്ചാണ്. നമ്മളൊരു റിലേഷൻഷിപ്പിൽ കയറുമ്പം നമ്മൾ ആദ്യം ചെയ്യുന്നത് നമ്മുടെ പാർട്ട്ണറെ മനസ്സിലാക്കുക എന്നുള്ളതാണ്. നമ്മൾ സ്വയം മനസ്സിലാക്കുക എന്നുള്ളത് ഒരു ലൈഫ് ലോങ് പ്രോജക്റ്റാണ്. പക്ഷേ നമ്മുടെ പാർട്ട്ണറിനെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ടോ എന്നുള്ളതാണ്. ഞാൻ പലപ്പോഴും നമ്മളതാ ചെയ്യുന്നത്. ഒരു വ്യക്തിയെ ശരിക്കും മനസ്സിലാക്കണമെങ്കിൽ ഇറ്റ് വിൽ ടേക്ക് ടൈം. അറ്റ്ലീസ്റ്റ് ഒരു 3 മുതൽ 5 വർഷം വരെയെങ്കിലും എടുക്കും ഒരു വ്യക്തിയെ പൂർണ്ണമായിട്ട് മനസ്സിലാക്കണമെങ്കിൽ. നമ്മൾ പലപ്പോഴും കാണാൻ സാധിക്കും റിലേഷൻഷിപ്പിൻ്റെ തുടക്കകാലത്തിൽ പലപ്പോഴും നമ്മൾ പലപ്പോഴും കൂടുതൽ കാര്യങ്ങൾ ഷെയർ ചെയ്യും. എന്നാൽ ഇവഞ്ച്വലി മുമ്പോട്ട് പോകുമ്പോൾ ഈ ഷെയറിങ്ങിൻ്റെ ഇൻറ്റൻസിറ്റി കുറഞ്ഞു വരാറുണ്ട്. കുറച്ച് പേര് വളരെ ചുരുക്കം റിലേഷൻഷിപ്സിലാണ് ഒരു ഹെൽത്തി ആയിട്ടുള്ള കമ്മ്യൂണിക്കേഷൻ മുമ്പോട്ട് കൊണ്ടുപോകുക. അല്ലെങ്കിൽ പല റിലേഷൻഷിപ്പിലും സമയം പോകുന്നതനുസരിച്ച് കമ്മ്യൂണിക്കേഷൻ ബ്രേക്ക് ചെയ്തുകൊണ്ടേയിരിക്കും. നമുക്കത് കാണാൻ സാധിക്കും. ഇവഞ്ച്വലി ഒരു റൊമാൻറ്റിക് ഫേസിൽ അല്ലെങ്കിൽ ഞങ്ങൾ തമ്മിലൊരു റിലേഷൻഷിപ്പ് ഉണ്ടായിരുന്ന സമയത്ത് ഷെയർ ചെയ്തിരുന്ന പല കാര്യങ്ങളുണ്ടാവും. മേ ബി റിലേഷൻഷിപ്പ് മുമ്പോട്ട് പോകുമ്പോൾ ഇറ്റ്സ് നോട്ട് ഷെയർഡ്. വൈ? ബിക്കോസ് അത് ഷെയർ ചെയ്യുമ്പം എൻ്റെ പാർട്ട്ണർക്ക് അത് ഹാൻഡിൽ ചെയ്യാൻ സാധിക്കുമെന്ന് എനിക്കറിയില്ല. അതല്ലെങ്കിൽ ഒരു കാര്യം ഷെയർ ചെയ്ത് കഴിഞ്ഞാൽ ഞങ്ങൾ തമ്മിലുള്ള ആ റിലേഷൻഷിപ്പ് ഇമോഷണലി സേഫ് ആണെന്ന് എനിക്കറിയില്ല. അപ്പം എൻ്റെ മനസ്സിൽ ചോദ്യങ്ങളാണ്. അപ്പം ഈ ചോദ്യങ്ങളുടെ ആൻസർ എൻ്റെ കയ്യിൽ ഇല്ലാത്തപ്പോൾ, വിച്ച് മീൻസ് ദാറ്റ് ഇഫ് ഐ ഡോണ്ട് നോ എൻ്റെ പാർട്ട്ണർ എങ്ങനെ റിയാക്ട് ചെയ്യും. ബിക്കോസ് ഞാനെൻ്റെ പാർട്ട്ണറെ പഠിച്ചു കുറച്ച് വർഷങ്ങളായിട്ട്. അതിന് എനിക്ക് മനസ്സിലാവും അവരുടെ ഇഷ്ടങ്ങൾ എന്താണ്, അനിഷ്ടങ്ങൾ എന്താണ്, അവരുടെ കംഫർട്ട് എന്താണ്, അവരുടെ സെൻസിറ്റിവിറ്റി എവിടെയാണ്. അതനുസരിച്ച് നിൽക്കുന്നതാണ് എപ്പോഴും റിലേഷൻഷിപ്പിന് നല്ലത്. സോ ഐ വുഡ് ഓൾവേസ് സേ ദാറ്റ് ഒരു കാര്യം ഷെയർ ചെയ്യുമ്പോൾ അത് കംപ്ലീറ്റ്ലി പാർട്ട്ണർ ട്രിഗർ ചെയ്യുന്നുണ്ടോ എങ്കിൽ യെസ്, ദാറ്റ് പാർട്ട്ണർ ഹാസ് ടു വർക്ക് ഓൺ ദംസെൽസ്. അതല്ലെങ്കിൽ ആ കാര്യങ്ങൾ അവിടെ ഷെയർ ചെയ്യാതെ പോകും. ഇൻഫാക്റ്റ് അതാണ് അവിടെ സേഫ്.